ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം. മക്കളെ, പ്ലസ് ടുവിൽ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ ഏറ്റവും പ്രധാനമായി പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറിലൂടെയും സമ്മറിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. മക്കളെ, നമുക്കറിയാം 1947 ആഗസ്റ്റ് 14 കഴിഞ്ഞ് അർദ്ധരാത്രി 15 ആയ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സന്ദർഭം ഉണ്ടായി. ആ സമയത്തുള്ള ആസാദി കെ ഹസ്താക്ഷർ കണ്ടോ, ആ സമയത്തുള്ള ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. നോക്ക്, ആസാദി കെ ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന സമയത്തുള്ള ആസാദി കെ സ്വാതന്ത്ര്യത്തിൻ്റെ ഹസ്താക്ഷർ, കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എഗ്രിമെന്റ് ചെയ്ത് ഒപ്പ് വെക്കുന്ന സമയമുള്ള ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങളോടായിട്ട് ജവഹർലാൽ നെഹ്റു ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം മേരെ ഭാരതവാസിയോ എന്ന് തുടങ്ങുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരായ ആളുകളെ എന്ന് തുടങ്ങുന്ന ആ പാഠഭാഗത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ ക്വസ്റ്റ്യൻ ആൻസർ എന്തൊക്കെയാണ്, അതിൻ്റെ സമ്മറി എന്തൊക്കെയാണെന്നാണ് നമ്മൾ പോകുന്നത്. നോക്കൂ മക്കളെ, പാഠം മേരെ ഭാരതവാസിയോ, ഭാഷൺ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചാണിത്. ഓക്കെ, എന്നിട്ട് നോക്ക്, ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ സമ്മറിയിലേക്ക് ഒന്ന് പോകാം. എന്താണ് സമ്മറി എന്ന് നോക്ക്. എന്താണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട സമ്മറി? നിങ്ങൾ ശ്രദ്ധിച്ച മക്കളെ, ഭാരത് പ്രഥം പ്രധാനമന്ത്രി, ഭാരത് കെ ഇന്ത്യയുടെ പ്രഥം പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വഴിയായിട്ട് സ്വതന്ത്രതാ കെ ദിൻ, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ലാൽ കിലേ പർ, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദിയാഗയ നടത്തിയിട്ടുള്ള ഭാഷൺ ഹേ, പ്രസംഗമാണ് മേരെ ഭാരതവാസിയും, എൻ്റെ ഭാരതീയരായ വസിക്കുന്ന ആളുകളെ എന്ന് വിളിക്കുന്നത്. ഇസ്മേ നെഹ്റുജി ഹമാരി സ്വതന്ത്രതാ കെ പീച്ചെ, ആ ഉജ്ജ്വലമായ പ്രഭാഷണത്തിൽ നെഹ്റുജി ഹമാരി സ്വതന്ത്രതാ കെ പീച്ചെ, സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ബലിദാനോ കി യാദ് ദിലാത്തി ഹേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ജീവനോടെ നമ്മളില്ല. മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ജീവനോടെ ഇല്ല. അവരുടെ രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ടുള്ള ആവേശോജ്വലമായ പ്രഭാഷണമാണ്. നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട് എന്ന് കാണിക്കുന്ന സ്പീച്ചാണ് അത്. ഓക്കെ, ഇസ്മേ നെഹ്റുജി ഹമാരി സ്വതന്ത്രതാ കെ പീച്ചെ ബലിദാനോ കി യാദ് ദിലാത്തി, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഒരുപാട് ആളുകളുടെ ബലിദാനോ കി എന്നാൽ ജീവൻ ബലി അർപ്പിച്ചതിൻ്റെ യാദ് ദിലാത്തി, ഓർമ്മ തരുന്നതാണ്. സാത്ത് ഹി, കൂടാതെ സ്വതന്ത്രതാക്കോ സുരക്ഷിത് രഖ്നേക്ക് മഹത്വ പർ ജോർ ദേത്തെ ഹേ, കൂടാതെ ഇനി കിട്ടിയ സ്വാതന്ത്ര്യത്തെ വളരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. നെഹ്റുജി ഇതിഹാസ് കെ ആരംഭ് കെ സാത്ത് ഹി, നെഹ്റുജി പറയുന്നു, ഇതിഹാസ് കെ ആരംഭ് കെ സാത്ത് ഹി, ചരിത്രത്തിൻ്റെ തുടക്കം മുതലുള്ള കാലഘട്ടം മുതൽ ഭാരത് കെ അന്വേഷൺ കി ഊർജാക്കോ സൂചിത കർത്തേ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ത്വരയെക്കുറിച്ച്, സ്വാതന്ത്ര്യം വേണമെന്നുള്ള ചിന്തയെക്കുറിച്ച് ചരിത്ര കാലഘട്ടം മുതൽ തന്നെ ഉള്ള ഇന്ത്യൻ ചിന്തയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അബ് ബി വ അന്വേഷൺ ജാരി, ഇപ്പോഴും കൂടുതൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രത ഹമേ ചൈൻ സെ ബൈഠ്നേക്ക അവസർ നഹി ഹേ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വസ്ഥമായി ഇനി മേലാൽ ഒരു സമരവും പ്രക്ഷോഭവും ഇല്ലാതെ വെറുതെ സ്വയം മറന്നിരിക്കാനുള്ളതല്ല. ഹമേ ഭവിഷ്യക്ക് ചുനൗത്തിയും കോ സ്വീകാർ കർണ ഹേ, ഇനി നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഭവിഷ്യക്ക്, ഭാവിയുടെ വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ടുണ്ട്. ദേശ് കെ ലാഖവും കരോടവും പീഡിത ലോകവും കി സേവ കർണിയെ, രാജ്യത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ട ആളുകളെയും സേവിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്ന് അധികാരത്തിൻ്റെ താക്കോൽ ഇന്ത്യയിലെ വെളുത്തവരല്ലാത്ത ചില ഭൂപ്രഭു ജർമ്മിമാരിലേക്ക് കൈമാറ്റം ചെയ്തതുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും കിട്ടുന്ന സ്വാതന്ത്ര്യമായിരിക്കണം നമ്മുടെ ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷുകാരങ്ങ് പോയാൽ പോരാ, ഇവിടെയും ആരും മറ്റൊരാളെ അടിമയാക്കി വെക്കുന്ന ഒരു വ്യവസ്ഥ ഇന്ത്യക്കകത്തും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു. ദേശ് കെ ലാഖവും കരോടവും പീഡിത ലോകവും കി സേവ കർണിയെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ദുരിതര അനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തേണ്ടത് അദ്ദേഹം പറഞ്ഞു. ഹമേ സ്വതന്ത്രത ഭാരത് കെ മഹാൻ നിർണയക്ക് സപ്നെ കോ സാകാർ കർണയെ, സ്വതന്ത്ര ഭാരത് കെ, നമുക്ക് സ്വതന്ത്ര ഭാരതത്തിൻ്റെ മഹാൻ നിർണയക്ക്, മഹത്തരമായ വികസനത്തിൻ്റെ സപ്നേക്കോ, സ്വപ്നങ്ങളെ സാകാർ കർണയെ, സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. ഇനി വലിയ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാലം നമ്മൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം മാത്രമാണ് നടത്തിയത്. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി അതിലും വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോട് കാണിക്കാനുള്ളത് എന്ന് പറയുന്ന മനോഹരമായ ഉജ്ജ്വലമായ സ്പീച്ചാണ് ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ആ പ്രസംഗത്തിൻ്റെ രത്ന ചുരുക്കമാണ് ഞാനിവിടെ കൊടുത്തത്. ഓക്കെ മക്കളെ, ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ആ ചോദ്യം, കേട്ടോളൂ. ഒന്നാമത്തെ ചോദ്യം, നെഹ്റുജി കാ ഭാഷൺ പഠിനേ വാലി, നെഹ്റുജിയുടെ എല്ലാ പ്രസംഗങ്ങളെയും പഠിക്കുന്ന ഏക് ഛാത്ര, ഒരു പെൺകുട്ടി,
ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി എന്നാണ്. ഛാത്ര വിദ്യാർത്ഥി, ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി. അപ്പനെ മിത്ര സേ തൻ്റെ സുഹൃത്തിനോട് ഇസ്കെ ബാരേമേ ബാത്ചീത് കർത്തിയെ, ഇതിനെക്കുറിച്ച് ബാത്ചീത് കർത്തിയെ സംഭാഷണം നടത്തുന്നു. വ ബാത്ചീത് തയ്യാർ കരെ, ആ സംഭാഷണം ഒന്ന് തയ്യാറാക്കാൻ. അതായത് ജവഹർലാൽ നെഹ്റു നടത്തിയ എല്ലാ പ്രഭാഷണങ്ങളെയും പ്രസംഗങ്ങളെയും പഠനം നടത്തിയ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വേറൊരു കുട്ടിക്കാരിയുമായിട്ട് സംസാരിക്കുന്നു. എങ്ങനെ ഉണ്ടാവാം? മാലിനി എന്ന് അവർക്ക് പേര് കൊടുക്കുന്നു, അഞ്ജന എന്ന് മറ്റവൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നു. അപ്പോൾ മാലിനി പറയാണ്, അഞ്ജനെ തുമ്നെ നീ നെഹ്റുജിയുടെ കോയി ഏതെങ്കിലും ഭാഷൺ സുനാഹെ, സ്പീച്ച് കേട്ടിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇന്ന് അദ്ദേഹം നെഹ്റു നമ്മുടെ ഒപ്പമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് യൂട്യൂബുകളിലും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നീ ഏതെങ്കിലും പ്രസംഗം നേരിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അഞ്ജന, നെഹി മാലിനി, ഇല്ല മാലിനി, പർ മേനെ സുനാഹെ, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. കി എന്നാൽ വേ അച്ഛേ വക്താധേ, അദ്ദേഹം ഒരു നല്ല വക്താതെ, ഏറ്റവും നല്ലൊരു പ്രഭാഷകനായിരുന്നു. ചാച്ചാജി കാ മേ ബഹുത്ത് ആദർ കർത്തി ഹും, അതുകൊണ്ട് തന്നെ ചാച്ചാജിയെ ഞാൻ വല്ലാതെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉജ്ജ്വലമായ പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഏറ്റവും നല്ല പ്രഭാഷകനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പം മാലിനി, ഉനോനെ സ്വതന്ത്രതാ പ്രാപ്തിക്ക് രാത്രിക്കോ, അറിയുമോ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് രാത്രി ഏക്ക് ഓജസ്വി ഭാഷൺ ദിയാത, ഒരു ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തിയിരുന്നു. ആരാണ് പറയുന്നത്? മാലിനിയാണ് പറയുന്നത്. അപ്പം അഞ്ജന പറയാ, ടീക്കേ മേനെ ബി ഉസ് ഭാഷൺ കെ ബാരേമേ സുനാദ, ഞാനും ആ പ്രസംഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നേരിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പം മാലിനി പറയാണേ, ഉസ് ഭാഷൺ മേ ഉനോനെ സേവാ കെ മഹത്വ കെ ബാരേമേ ജോർ സെ കഹാദ, ആ പ്രഭാഷണത്തിൽ അദ്ദേഹം സേവനത്തെക്കുറിച്ച് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അഞ്ജന, ഹാം നെഹ്റുജി മാനവതാക്കെ പൂജാരിതെ, ശരിയാണ്, നെഹ്റുജി മാനവത, മനുഷ്യത്വത്തിൻ്റെ പൂജാരികെ. അദ്ദേഹം അമ്പലങ്ങളിലോ പള്ളികളോ പോയിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം അതിനേക്കാൾ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിക്കുക എന്നുള്ള കൺസെപ്റ്റ് മാനവതാക്കെ പൂജാരിതെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നുള്ളതായിരുന്നു. മാലിനി, ഉനോനെ ഭാരത് കാ നിർണയ കർണേക്ക മഹാൻ സന്ദേശ് ബി ദിയാ ഹെ, ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ മഹത്തരമായ സന്ദേശവും അദ്ദേഹം ആ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പം അഞ്ജന പറയാം, ഹാം ഭാരത് കെ നിർണയമേ, ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ചാച്ചാജിക്ക് ദേൻ മഹത്വപൂർണ്ണ ഹെ, ചാച്ചാജിയുടെ ദേൻ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ മാലിനി പറയാം, അപ്പനെ സപ്നോ കോ സാകാർ കർണേക്ക് ലിയെ, തൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള ഉപദേശ് ബി ചാച്ചാജിനെ ദിയാ ഹെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടിയും രാജ്യം അതുവഴിയും നിങ്ങളും അതുവഴി ജനങ്ങളും അതുവഴി ഡെവലപ്പ് ആവുന്നതിൻ്റെയും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് ആവശ്യമായ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വം എന്താണെന്നും ചാച്ചാജി വ്യക്തമായി പറയേണ്ടായി. അപ്പം അഞ്ജന പറയാ, അച്ഛാ മേ ബി വ അനോഖ ഭാഷൺ ജറൂർ സുനൂൻഖ, തീർച്ചയായിട്ടും ഞാനും ആ പ്രഭാഷണം, എനിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യമായി ജവഹർലാൽ നടത്തിയ ആ പ്രഭാഷണം എനിക്കൊന്ന് നേരിട്ട് കേൾക്കുകയും വേണം എന്ന് അവൾ പറയുന്നു. ഇതാണ് അഞ്ജനയും മാലിനി നടത്തുന്ന സംഭാഷണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം മക്കളെ, മറന്നു പോകരുത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ കോൺവെർസേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് സാധാരണ ഈ പാഠഭാഗത്തും ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആക്ടിവിറ്റീസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഗം കാണാം, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ആ ഇംഗ്ലീഷ് ഭാഗത്തിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത് സാധാരണ. ഓക്കെ, പിന്നീട് മൂന്നാമതൊരു ചോദ്യം ചോദിക്കുന്നത്, ഒരു പാരഗ്രാഫ് തരും, വലിയൊരു പാരഗ്രാഫ്, എന്നിട്ട് അതിനെ 1/3 ചുരുക്കി എഴുതാനാണ് ചോദിക്കുന്ന ചോദ്യം. അങ്ങനെയാണ് മൂന്നാമത്തെ നാലാമത്തെ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏതെങ്കിലും ഒരു സ്പീച്ച് ഇംഗ്ലീഷിലുള്ളത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹിന്ദി പ്രഭാഷണ ഭാഗത്ത് എടുത്തിട്ട് അത് 1/3 ചുരുക്കി എഴുതാൻ വേണ്ടി പറയും. അങ്ങനെയാണ് സാധാരണ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അത് നമ്മൾ വരുന്ന സമയത്ത് അത് രണ്ട് നമ്മൾ യുക്തി അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞാൽ നാലാമതായി നമുക്ക് വരുന്നൊരു ചോദ്യം വരുന്നത് എങ്ങനെയാണ്? നോക്കൂ മക്കളെ, ആജ് കോയി ഖുദ് കോ ബിൽക്കുൽ അലഗ് സോച്ച് നഹി സക്ത ക്യോം, ആജ് ഇന്ന് കോയി ആർക്കും ഖുദ് കോ അവനവൻ വേണ്ടി എന്നുള്ള ബിൽക്കുൽ പൂർണ്ണമായ അലഗ് സോച്ച് നഹി സക്തെ വ്യത്യസ്തമായ എനിക്ക് മാത്രം, എൻ്റേത് മാത്രം, ഞാൻ മാത്രം എന്നുള്ള ചിന്ത ഇപ്പോൾ വെച്ച് പുലർത്താൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഉത്തരമായിട്ട് പറയുന്നു, ഭാരത് വസുദൈവ കുടുംബം കെ മഹാൻ സിദ്ധാന്തോ കോ അപ്നാനെ വാല ദേശ് കെ, ഭാരതം എന്ന് പറഞ്ഞാൽ വസുദൈവ കുടുംബകം എന്ന വാക്കിൻ്റെ അർത്ഥം ലോകമേ തറവാട് എന്ന മഹാൻ സിദ്ധാന്തക്കു, ഏറ്റവും വലിയ സിദ്ധാന്തത്തെ അപ്നാനെ വാല ദേശ് കെ സ്വന്തമാക്കുന്ന രാഷ്ട്രമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു,
ഇനി നമ്മുടെ രാജ്യം, നമ്മളെ ജനങ്ങൾ എന്ന് മാത്രമല്ല, അപ്പോഴും നമുക്ക് ലോകരാജ്യങ്ങളുമായി ബന്ധം വെച്ച് പുലർത്തേണ്ടതുണ്ട്. അവരെയൊക്കെ സഹായിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന സമയത്ത് പോലും സങ്കുചിത മനോഭാവത്തോടെ നാം എന്ന് മാത്രം ചിന്തിക്കാൻ പറ്റില്ല. ലോക ജനതയും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളെ രാജ്യം ഡെവലപ്പ് ആകുന്നത് പോലെ തന്നെ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും ഡെവലപ്പ് ആവേണ്ടതുണ്ട്. അവിടെ മനുഷ്യന്മാരാണുള്ളത്. വസുദൈവ കുടുംബകം എന്നുള്ള കൺസെപ്റ്റാണ് നമുക്കുള്ളത് എന്നുള്ളതുകൊണ്ട് പണ്ഡിത് ജി കാ മത്ലബ് ഹേ കി, പണ്ഡിറ്റ്ജിയുടെ അഭിപ്രായം എങ്ങനെയാണ്? ഭാരത് കോ അപ്നി പ്രഗതി കെ സാത്ത്, ഇന്ത്യക്ക് രാജ്യത്ത് ഭാരത് കോ പ്രഗതി കെ സാത്ത്, പുരോഗതി ഉണ്ടാകുന്നതിന്റെ കൂടെ തന്നെ വിശ്വക്ക് പ്രഗതി കെ ബാരേമേ ഭി, ലോകത്തിന്റെ പുരോഗതിയെക്കുറിച്ചും സോച്ചന ഹോഗ, നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആജ് കോയി ഖുദ് കോ ബിൽക്കുൽ അലഗ് സോച്ച് നഹീ സക്തേ, ആർക്കും തന്നെ അവനവന്റെ രാജ്യത്തിന്റെയും മാത്രം പുരോഗതി എന്ന കൺസെപ്റ്റ് നമുക്ക് പാടില്ല. നമുക്ക് ഓരോ വ്യക്തിയുടെയും വികസനത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ ലോകത്തിന്റെ വികസനവും നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ് വരുന്നത്. ഭാരത് ജീവൻ ഓർ സ്വതന്ത്രതയ്ക്ക് നൈ സുബഹ് കെ സാത്ത് ഉടേഗ, ഇന്ത്യ, അദ്ദേഹം രാത്രി പ്രസംഗിക്കുകയാണ്. ഇന്ത്യ ഭാരത് ജീവൻ, പുതിയൊരു ജീവനവും ഓർ സ്വതന്ത്രതാക്കി, സ്വാതന്ത്ര്യത്തിന്റെയും സുബഹ് കെ സാത്ത്, പ്രഭാതത്തോടുകൂടി ഉടേഗ എഴുന്നേക്കും. നെഹ്റുജിനെ ഐസാക്യവും കാത്തുകെ, പുതിയ ജീവനോടുകൂടി പുതിയ പ്രഭാതത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഇന്ത്യ ഉണരാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം, സദിയോം സെ, നൂറ്റാണ്ടുകളായി ഭാരത് ഗുലാം ഹേ, ഗുലാം ദ, ഇന്ത്യ അടിമത്തത്തിലായിരുന്നു. ഗുലാമിക്ക് അവസ്ഥാമേൻ, അടിമത്തത്തിന്റെ അവസ്ഥയിൽ ഏക് ദേശ് കി ജനത, ഒരു രാജ്യത്തിലെ ജനങ്ങൾ അപ്പനി പ്രതിജ്ഞാക്കെ അനുസാർ, അവരെടുത്ത പ്രതിജ്ഞയ്ക്ക് അനുസരിച്ച്, എന്താ പ്രതിജ്ഞ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നുള്ള പ്രതിജ്ഞയുടെ അനുസരിച്ച് ദേശ് കി പ്രഗതിമേം, രാജ്യത്തിന്റെ പുരോഗതിയിൽ സഹായത നീഹി കർ ശക്തി, ദേശ് കി പ്രഗതിമേം സഹായത നീഹി കർ ശക്തി, രാജ്യത്തിന്റെ പുരോഗതിയിൽ ഒരു രീതിയിലും സഹായിക്കാൻ കഴിയുകയില്ല. നെഹ്റുജി കാ വിശ്വാസേക്ക്, നെഹ്റുജിയുടെ വിശ്വാസം എങ്ങനെയാണ്? കി കൽ ഭാരത് സ്വതന്ത്ര ഹോനെ വാലാ ഹേ, നാളെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ്. ഇസ്ലിയെ സ്വതന്ത്ര ഭാരത് കി ജനത, അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിലെ ജനങ്ങൾ ദേശ് കി പ്രഗതിമേ, രാജ്യത്തിന്റെ പുരോഗതിയിൽ ഖുദ് കോ അർപ്പിത് കരയെങ്കിൽ, സ്വയം അർപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ട്, അവർ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ള അജണ്ടയിൽ മുന്നോട്ട് പോയത് കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ നേരത്തെ കഴിഞ്ഞിട്ടില്ല. അതാണ് അപ്പനി, നോക്ക്, ദേശ് കി ജനത കി അപ്പനി പ്രതിജ്ഞാക്ക് അനുസാർ ദേശ് കി പ്രഗതിമേം സഹാനി കർ ശക്തി, രാജ്യത്തിന്റെ തന്റെ പ്രതിജ്ഞ അനുസരിച്ച് സാധനം കിട്ടുക എന്നുള്ള ലക്ഷ്യം അജണ്ട വെച്ച് മുന്നോട്ട് പ്രവർത്തിച്ചപ്പോൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനം കൂടി ചെയ്യാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനേക്കാൾ ഊർജ്ജസ്വലമായി പങ്കെടുക്കേണ്ടിയിരിക്കുന്നു എന്ന സന്ദേശമാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടി, ഇനി റെസ്റ്റ് എടുക്കാനും കിടന്നുറങ്ങാനും സ്വയം മറക്കാനും ഉള്ളതല്ല, കൂടുതൽ ഉത്തരവാദിത്വമാണ് ഇത് നമ്മളെ ഏൽപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്, 6ാമത്തെ ചോദ്യം. ഏക് ഐസാ ക്ഷൺ ജോ ഇതിഹാസ് മേ ബഹുത് ഹി കം ആതാ ഹേ, കോൻ സാ ക്ഷൺ? ഏക് ഐസാ ക്ഷൺ, ഒരു അങ്ങനെയുള്ള നിമിഷം, ജോ ഇതിഹാസ് മേ, അത് ചരിത്രത്തിൽ, ബഹുത് ഹി കം ആതാ ഹേ, വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ. കോൻ സാ ക്ഷൺ, ഏതാണ് ആ നിമിഷം എന്നാണ് ചോദ്യം. നോക്കൂ ഉത്തരം, സദിയോം കി കോശിഷ് ഏവം, നൂറ്റാണ്ടുകളായുള്ള പരിശ്രമവും അതുപോലെ തന്നെ അനേക ഷഹീദോം കെ, ധാരാളം രക്തസാക്ഷികളുടെ ബലിദാനോം കെ പരിണാം സ്വരൂപ്, ബലിദാനോം കെ, ജീവൻ ബലിയർപ്പണത്തിൻ്റെയും പരിണാം സ്വരൂപ് അനന്തരഫലമായി 15 ആഗസ്റ്റ് 1947 को, ആഗസ്റ്റ് മാസം 15-ാം തീയതി, അതും 1947 ആഗസ്റ്റ് 15-ന് ഭാരത് സ്വതന്ത്ര, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അല്ലേ? 14 ആഗസ്റ്റ് കി രാത് കി വേളാമേ, 14 ആഗസ്റ്റിന്റെ 1947 ആഗസ്റ്റ് 14 രാത്രിയിലെ വേളാമേ നിമിഷത്തിൽ നെഹ്റുജിനെ കഹാക്കി, നെഹ്റുജി പറഞ്ഞു, യേ ഏക് അനോഖ ക്ഷൺ ഹേ, ഇതൊരു വിചിത്രമായ നിമിഷമാണ്. ജോ ഇതിഹാസ് മേ, ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിഹാസ് മേ ബഹുത് ഹി കം ആതാ ഹേ, വളരെ കുറച്ച് മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാത്രി 12 മണി ആ സമയത്ത് ഒരു രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ വളരെ കുറച്ചേ കാണാൻ പറ്റൂ. അതാണ് ചോദ്യം. ഏക് ഐസാ ക്ഷൺ ജോ ഇതിഹാസ് മേ ബഹുത് ഹി കം ആതാ ഹേ, ഒരു നിമിഷമാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചരിത്രത്തിൽ അപൂർവമായി മാത്രം കണ്ടെത്തുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് ഗാന്ധിജി പറയാൻ, ജവഹർലാൽ നെഹ്റു പറയാൻ കാരണം കോൻസാ ക്ഷൺ ഹേ, ഏതാ നിമിഷം എന്ന് ചോദിച്ചാൽ ഇതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം മക്കളെ, നമുക്ക് നയേ അവസരോം കെ ഖുൽനെ കാ ഖദം ക്യാ ഹേ, ഒരു പുതിയ അവസരം തുറന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തന്റെ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്? ഉത്തരം നോക്കൂ,
സ്വതന്ത്രത ഏക് ഐസ കദം ഹെ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്തരമൊരു നിമിഷമാണ്. നയേ നയേ അവസരവും ഖോൽന, പുതിയ പുതിയ അവസരങ്ങളെ ഖോൽത്താഹെ തുറക്കുന്നു. ഇസ്മേ നയി വിജയ്, പുതിയ വിജയവും, ഓർ നയി സംഭാവനാവും കി, പുതിയ സാധ്യതകളുടെയും പ്രതീക്ഷ കർ സക്തയെ, പ്രതീക്ഷ നൽകുന്നവയാണ്. വിജയ് ഓർ നയി സംഭാവനവും കി, വിജയത്തിൻ്റെയും പുതിയ സാധ്യതകളുടെയും പ്രതീക്ഷ കർ സക്തയെ, പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ നിമിഷം. സ്വാതന്ത്ര്യം കിട്ടുന്ന ആ നിമിഷം നമ്മൾ വിജയിച്ചതുമാണ്, പുതിയ സാധ്യതകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നിമിഷമാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ നിമിഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് എന്താവാൻ നോക്ക്. സാരി ദുനിയ സോത്തെ വക്ത് ഭാരത് കിസ് പ്രകാർ ഉടേക, ലോകം മുഴുവനും ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ ഏത് രീതിയിലാണ് ഉണരാൻ പോകുന്നത്. ജീവൻ ഔർ സ്വതന്ത്രതാക്കി നൈ സുബഹ് സാത്ത്, ജീവന്റെയും സ്വതന്ത്രതാക്കി സ്വാതന്ത്ര്യത്തിന്റെയും നൈ സുബഹ് കെ സാത്ത്, പുതിയൊരു ഉണർവോട് കൂടിയാണ് ഇന്ത്യ ഉണരാൻ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം, സ്വതന്ത്രതാക്കെ ഇതിഹാസ്, സ്വതന്ത്രതാക്കെ ഇസ് പവിത്ര മൗക്കെ പർ, സ്വാതന്ത്ര്യത്തിന്റെ ഈ പവിത്രമായ മൗക്കെ പർ അവസരത്തിൽ ഭാരതവാസി കോൺസി പ്രതിജ്ഞ ലേ രേ ഹേ, ഇന്ത്യക്കാർ ഏത് പ്രതിജ്ഞയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഏത് പ്രതിജ്ഞയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരം, ഭാരതത്തിലെ ജനതയുടെ സാരി മാനവതാക്കി, മുഴുവൻ മനുഷ്യന്റെയും സേവാക്കി, ഭാരതത്തിന്റെ ജനതയുടെ സാരി മാനവതാക്കി, മുഴുവൻ മനുഷ്യഗണങ്ങളുടെയും സേവാക്കി, സർവീസ് ചെയ്യുന്ന, സേവനം ചെയ്യുന്നതിന്റെ പ്രതിജ്ഞയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെയും അതുപോലെ തന്നെ ജനങ്ങളെയും മുഴുവൻ മനുഷ്യപ്പെട്ട ആളുകളെയും ഒക്കെ സർവീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 4, ഭാരതിനെ അപ്പനി അന്തഹീൻ ഖോജ്, ഭാരതിനെ ഇന്ത്യ അപ്പനി തൻ്റെ അന്തഹീൻ അറ്റമില്ലാത്ത ഖോജ് അന്വേഷണം കബ് സെ പ്രാരംഭിക്കി, എന്നു മുതലാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു തുടങ്ങി, അറ്റമില്ലാത്ത ചിന്തകൾ വന്നു തുടങ്ങിയത്. ഇതിഹാസ് കെ പ്രാരംഭ കെ സാത്ത്, ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ എന്ന് മുതൽ കിട്ടിത്തുടങ്ങുന്നോ, ഇന്ത്യയുടെ ചരിത്രം എവിടം മുതൽ ആരംഭിക്കുന്നുവോ, എവിടം വരെ നിങ്ങൾ ചരിത്രരേഖകൾ സാധ്യമാണോ, അന്ന് മുതൽക്കെടുത്തത് ഇന്ത്യയിൽ ചിന്തകളും ഫിലോസഫികളും എടുത്തു നോക്കിയാൽ സ്വാതന്ത്ര്യം എന്നുള്ള അന്വേഷണങ്ങൾ ഇന്ത്യയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രാതീത കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലാതെ ഈ അടുത്ത കാലത്ത് സ്വാതന്ത്ര്യം എന്ന ചിന്ത ഇന്ത്യയിൽ രൂപപ്പെട്ടതല്ല. 5, ഭാരത് കി സേവാക്ക അർത്ഥിക്കാഹെ, ഭാരതത്തെ സേവിക്കുക എന്ന് ഞാൻ പ്രഭാഷണത്തിലൂടെ പറയുന്നു, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന രീതിയിലാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ലാഖോം കരോടോം പീഡിത ലോകവും കി സേവ, ഇന്ത്യയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ, ഭാരത് കി സേവ എന്ന് പറഞ്ഞാൽ ലാഖോം കരോടോം പീഡിത ലോകവും കി സേവ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പീഡിത ലോകവും കി, കഷ്ടപ്പെടുന്ന ആളുകളെ സേവാക്കരണ, സേവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി കേവലം ബ്രിട്ടീഷുകാരോട് പോരാടി, എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഇന്ത്യക്ക് സേവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും എല്ലാ അർത്ഥത്തിലും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമുക്ക് ഇതുവരെ ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്നാണ്, വർക്കുമാണ് എന്നാണ്. അടുത്ത ചോദ്യം, ലാഖോം കരോടോം പീഡിത ലോകോം കി സേവാ കർണേക്ക മത്ലബ് ക്യാ ഹെ, നമ്മൾ പറഞ്ഞു ഗരീബി ദാരിദ്ര്യവും ഓർ അജ്ഞതാക്കോ മിട്ടാന, അറിവില്ലായ്മയെ ഇല്ലാതാക്കുക, ബീമാരിയും ഓർ അവസർ കി അസമതാക്കോ മിട്ടാന, ഗരീബി ദാരിദ്ര്യത്തെയും ഓർ അജ്ഞാനത അറിവില്ലായ്മയും മിട്ടാന ഇല്ലാതാക്കുക, ബീമാരിയും രോഗങ്ങളെയും അഥവാ രോഗികളെയും, അല്ലേ, ബീമാർ രോഗി, ബീമാരിയും രോഗങ്ങളെയും, അവസർ കി അസമതാക്കോ മിട്ടാന, അവസരങ്ങളിൽ സമത്വം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്, അതും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. 7ാമത്തത്, കബ് തക്ക് ഹമാര കാം ഖത്മ നഹി ഹോത്ത, എപ്പോൾ വരെ നമ്മുടെ പ്രവർത്തനം അവസാനിക്കുകയില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനകത്തുള്ളതാണ്. ജബ് തക്ക് ലോഗോം കി ആംഖോമേ, എത്ര കാലം കഴിയുമ്പോഴാണോ ജനങ്ങളുടെ ആംഖോമേ കണ്ണുകളിൽ, ആംസൂഹേ, എത്ര കാലം വരെ ജനങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ തുള്ളിയുണ്ടോ, ഓർ വേ പീഡിതഹേ, അവർ പ്രയാസം അനുഭവിപ്പിക്കുന്നുവോ, തബ് തക്ക് ഹമാര കാം ഖത്തം നഹി ഹോത്തെ, അത്രയും കാലം നമ്മുടെ പ്രവൃത്തി നിർത്തുകയില്ല എന്ന്. ജനങ്ങൾ എത്ര കാലത്തോളം കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, എത്ര കാലത്തോളം കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടാതിരിക്കുന്നുവോ, അത്രയും കാലം നമ്മളെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അടുത്ത ചോദ്യം, ഹമേ കിസ്കെ ലിയേ പരിശ്രമം കർണാ ചാഹിയേ, നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അപ്പനെ സപ്പനോ കോ സാകാർ കർണേക്കിൽ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളെ പൂവണിയാനാണ്. നമ്മുടെ സ്വപ്നങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അടങ്ങിയിരിക്കുന്ന ആ അടിസ്ഥാനപ്പെട്ടുള്ളതായിരിക്കും. ആ രീതിയിലുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടണം.
ഇത്രയും കാര്യമാണ് മക്കളെ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പ്രസംഗമാണ്, ഇത് കഥയല്ല. വളരെ ടഫായിട്ട് നമുക്ക് തോന്നും, കാരണം അത്രയും ദേശഭക്തിയും രാജ്യസ്നേഹവും തുളുമ്പുന്ന പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ പ്രശസ്തമായ ഭാഗങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് നെഹ്റുജിയുടെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പ്രഭാഷണത്തെ തന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അത് വേറെ വേറെ മാറി വരാറുണ്ട്. പിന്നെ ഒരു ചോദ്യം വരുന്നത് നമുക്ക് ഹിന്ദിയിൽ തന്നെ പ്രഭാഷണം തരും, എന്നിട്ട് അതിനെ 3-1 ചുരുക്കി എഴുതാനാണ്. രണ്ടും ഞാനിതിൽ കൊടുത്തിട്ടില്ല, അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് കാണിക്കുന്നുണ്ട്, വെറുതെ സമയം പോകുന്നത് മാത്രമാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളും ഈ പാഠവുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട്. നമുക്കിത് സ്റ്റോറിയല്ല, പ്രഭാഷണമാണ്. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ നേരിട്ടൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു ചാപ്റ്ററുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. ഓക്കെ.